It's diamond time now. Safa Golden Diamonds അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. ഇന്ന് തന്നെ സന്ദർശിക്കൂ സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്. മലപ്പുറത്തെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ തുറക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയതായി ആരോപണം. സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തണമെന്നും കലക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും UDF കൺവീനർ KP അബ്ദുൾ മജീദ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ സ്ട്രോങ് റൂം തുറന്ന് അവിടുന്ന് സാധനങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞ് ഒരു ഓർഡർ കലക്ടർ ഇറക്കുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോ കലക്ടർ ആളുകളൊക്കെ പ്രതികരിച്ചപ്പോ പല വിളികളും വന്നപ്പോ അത് വേണ്ട എന്ന് പറഞ്ഞ് ഓർഡർ ഇടുകയുണ്ടായി. സത്യത്തിൽ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ കലക്ടർ ഈ ഓർഡർ ഇടാൻ ആരാണ് നിർദ്ദേശം കൊടുത്തത്? സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശമുണ്ടോ? ഞങ്ങൾ ബലമായി സംശയിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കലക്ടർ നടത്തിയത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമമാണ് കലക്ടർ നടത്തിയത്. ഈ കലക്ടറുടെ പേരിൽ നടപടി വേണം. എവിടെയെങ്കിലും ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഇവരെ ആരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ സ്ട്രോങ് റൂമിൽ ഈ സാധനം വെച്ച് വോട്ട് വെച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നത്? വാസ്തവത്തിൽ കലക്ടർ ഇതിന്റെ കസ്റ്റോഡിയനാണ്, അത് നമ്മൾ സമ്മതിച്ചു. പക്ഷെ ഒരു കസ്റ്റോഡിയന് ഇത് തുറക്കാനുള്ള അവകാശമുണ്ട്. അല്ലാണ്ട് കലക്ടർക്ക് എന്നും രാവിലെ വൈകുന്നേരം തുറന്നൂടെ? അടുത്ത മാസം 4-ാം തീയതി വോട്ടെണ്ണുന്ന ദിനത്തിലാണ് തുറക്കാൻ പാടുള്ളൂ. അത് തുറക്കുമ്പോൾ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ വേണം. ഒരുപാട് ചട്ടങ്ങളുണ്ട് ഇതിന്. ഇത് യാതൊരു ചട്ടവും പാലിക്കാതെ മലപ്പുറം ജില്ല എന്ന് കരുതിയിട്ട് എന്ത് തോന്നിയാസം കാണിക്കണം. അതുകൊണ്ട് ഇതിനുള്ള എന്ത് മറുപടിയാണ് സംസ്ഥാന ഗവൺമെന്റ് തരാറുള്ളത്? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. എന്തൊരർത്ഥമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വോട്ട് ചെയ്ത് ആ വോട്ട് സൂക്ഷിക്കാൻ കസ്റ്റോഡിയനായ കലക്ടർക്ക് കഴിയുന്നില്ലെങ്കിൽ അത് രാജിവെക്കണം. അതിന് നിർദ്ദേശം കൊടുത്ത ഗവൺമെന്റ് മറുപടി പറയണം. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും? ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മലപ്പുറം ജില്ലയിൽ 16 സീറ്റും ഞങ്ങൾ നേടും. അത് കണ്ട് ഭയന്നാണ് ഈ കള്ളക്കളികളൊക്കെ നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നത്. സ്ട്രോങ് റൂം തുറക്കാൻ നിർദ്ദേശം നൽകിയതിലൂടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനാണ് നിർദ്ദേശം നൽകിയത്. വോട്ടെണ്ണൽ ദിവസം രാവിലെ മാത്രമേ സ്ട്രോങ് റൂം തുറക്കാൻ പാടുള്ളൂ. കളക്ടറുടെ പേരിൽ നടപടിയെടുക്കണം. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കളക്ടർ ഉത്തരവിട്ടതെന്ന് സംശയിക്കുന്നതായും മജീദ് ആരോപിച്ചു. UDF നേതൃത്വം പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെ സ്ട്രോങ് റൂം തുറക്കരുതെന്ന് മലപ്പുറം കളക്ടർ നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നും അബ്ദുൾ മജീദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കനത്ത ചൂടിനോടും നോ പറയൂ. AC, കൂളറുകളെല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ എക്സ്ചേഞ്ച് സൗകര്യത്തോടെ. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്.